എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ആദ്യം തന്നെ ഒരു ഞെട്ടിക്കുന്ന കണക്ക് പറയാം. തീർച്ചയായിട്ടും അത് എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ്. അതായത് നമ്മൾ വളരെയേറെ ഭയപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ ജീവിതകാലത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത എത്രത്തോളമാണ്, എത്ര ശതമാനമാണെന്നൊക്കെ ഉള്ളത് അല്ലേ? ഞാനിവിടെ ഒരു ആർട്ടിക്കിൾ റെഫർ ചെയ്യുകയാണ്. അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പ്രകാരം അവിടെയുള്ളൊരു പൗരന് അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത, അത് ഏത് ടൈപ്പ് ഓഫ് ക്യാൻസറും ആകാം, അത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏകദേശം 40%. ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കണക്കുകളാണ് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. നമ്മൾ ഭയക്കുന്ന ഈ ക്യാൻസർ എന്നുള്ളത് നേരിട്ടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിലൂടെ, ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾക്കൊക്കെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ആ മൊത്തം കുടുംബം അല്ലേ. അങ്ങനെ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ക്യാൻസർ എന്നുള്ളത്. ഇന്നത്തെ ലോകത്ത് നമ്മൾ മനുഷ്യർക്ക് ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത മുമ്പത്തെക്കാളും കൂടുതലാണ്. ആധുനിക വൈദ്യശാസ്ത്രം ക്യാൻസർ ചികിത്സയിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ക്യാൻസറിന് നല്ല ട്രീറ്റ്മെൻറ്റ് നൽകുന്ന അത്യാധുനികമായിട്ടുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണല്ലേ. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ തിരുവനന്തപുരത്തെ RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ കേരളത്തിലെ ഏറ്റവും മികച്ച ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഒരു സെൻറ്ററാണ് RCC എന്നുള്ളത്. മെഡിക്കൽ സയൻസ് ഈ ഗണ്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ക്യാൻസറിനെതിരെയുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ക്യാൻസറുകൾ ഒന്നായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദത്തെക്കുറിച്ചും അതുപോലെ തന്നെ രക്താർബുദം ബാധിച്ച ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് എങ്ങനെ പങ്കുവഹിക്കാം എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നേവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണിത്. ദയവായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ് ടു പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ഭയാനകമായിട്ടുള്ള യാഥാർത്ഥ്യത്തെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ 5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരാൾക്ക് രക്താർബുദം സ്ഥിരീകരിക്കുന്നു എന്നുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് അറിയാമോ? ലുക്കീമിയ, ലിംഫോമ, മൈലോമ എന്നിവ ഉൾപ്പെടുന്ന രക്താർബുദം നമ്മുടെ രക്തത്തെയും അസ്ഥിമജ്ജ അതായത് ബോൺ മാരെയും അതുപോലെ തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തെയും ബാധിക്കുന്ന ഒരു വളരെ വിനാശകരമായിട്ടുള്ള രോഗമാണിത്. ഒരു കാര്യം പറയുവാണെങ്കിൽ മലയാളത്തിലെ അനശ്വര നടനായിട്ടുള്ള സത്യൻ മാഷിനെ പലർക്കും അറിയായിരിക്കും അല്ലേ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അറിയണമെന്നില്ല എങ്കിലും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസിലൊക്കെ ഒരുപാട് മിമിക്രി താരങ്ങൾ അവതരിപ്പിക്കാറുണ്ട് സത്യൻ മാഷിനെ അല്ലേ. സത്യൻ മാഷിന്റെ ജീവൻ എടുത്തത് ഇതുപോലൊരു ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. രക്താർബുദ കേസുകളുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് 3-ാം സ്ഥാനത്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അതുപോലെ പ്രതിവർഷം ഏകദേശം 1,10,000-ലധികം വരുന്ന ആൾക്കാരിലാണ് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സങ്കടകരമായിട്ട് ഇന്ത്യയിൽ പ്രതിവർഷം 70,000-ലധികം ആൾക്കാരാണ് ബ്ലഡ് ക്യാൻസർ മൂലം മരണപ്പെടുന്നത്. ഇതിൽ പലരും കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരൊക്കെ വളരെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നാണ് ഈ ഒരു മരണത്തിലേക്ക് പോകുന്നത്. അവരുടെ അതിജീവനത്തിനുള്ള ഏക സാധ്യത സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. എന്താണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നിരവധി തരം ക്യാൻസറുകളാണ് മനുഷ്യനെ ബാധിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ബാധിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ രക്താർബുദത്തെ പറ്റി പറയുവാണെങ്കിൽ അത് പ്രത്യേകിച്ചും അപകടകരമാണ്. കാരണം അത് ആരോഗ്യപരമായിട്ടുള്ള രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്നുള്ളത് ഈ ഒരു കവർ പോലെ അത്രത്തോളം ലളിതമായിട്ടുള്ള ഒന്നാണ്. ഈ ഒരു കവറിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ വഴിയെ സംസാരിക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശരിക്കും എന്താണ് ഈ ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം, അത് ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് തുടങ്ങിയ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അത് മനസ്സിലാക്കണമെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു തരാം. നമ്മൾ പണ്ട് കൊച്ചായിരിക്കുമ്പോൾ ഈ ലെഗോ ബ്ലോക്സ് വെച്ച് കളിക്കാറുണ്ടല്ലേ, ബിൽഡിംഗ് ബ്ലോക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഘടനയായിട്ട് കരുതുക. ഓരോ ബ്ലോക്ക് അടുക്കി അടുക്കി വെച്ചാണ് നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കരുതുക. അതിൽ ഓരോ ബ്ലോക്കുകളും നമ്മുടെ ശരീരത്തെ ഓരോ കോശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ബ്ലോക്കുകൾ ശരിയായിട്ട് സ്ഥാപിക്കുമ്പോഴാണ്, അതായത് നമ്മൾ ആ കുഞ്ഞു ബ്ലോക്കുകൾ എടുത്ത് കൃത്യമായിട്ട് ജോയിൻ ചെയ്താൽ മാത്രമേ ആ ഒരു ഘടന ശക്തവും അതുപോലെ തന്നെ പ്രവർത്തനക്ഷമവും ആകത്തുള്ളൂ അല്ലേ. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു ബ്ലോക്ക് നമ്മൾ തെറ്റായിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിലോ ആ മുഴുവൻ ഘടനയും അസ്ഥിരമാകും അല്ലേ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അഥവാ സെൽസ് വളരുകയും അതുപോലെ തന്നെ നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ, ആ നിയന്ത്രിതം എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ വിഭജിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. അതെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. എന്നാൽ ജനിതക വ്യതിയാനങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലിയിലെ മാറ്റങ്ങളൊക്കെ കാരണം ഇതിൽ ഏതെങ്കിലും ഒരു കോശത്തിന്റെ DNA കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് അനിയന്ത്രിതമായിട്ട് വിഭജിക്കാൻ തുടങ്ങും. ക്യാൻസർ കോശങ്ങൾ എന്നറിയപ്പെടുന്ന ഈ കേടായ കോശങ്ങൾ വേഗത്തിൽ പെരുകുകയും ട്യൂമർ രൂപപ്പെടുകയും ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ബ്ലഡ് ക്യാൻസറിന്റെ കാര്യത്തിൽ പ്രശ്നം ആരംഭിക്കുന്നത് ബോൺ മാരോ അഥവാ അസ്ഥിമജ്ജയിലാണ്. സാധാരണഗതിയിൽ ബോൺ മാരോയിലുള്ള സ്റ്റെം സെല്ലുകൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് റെഡ് ബ്ലഡ് സെല്ലാണ്.
സെല്ലാണ് ചുവന്ന രക്താണുക്കൾ, അടുത്തത് വൈറ്റ് ബ്ലഡ് സെല്ല് വെള്ള രക്താണുക്കൾ, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ എന്നീ മൂന്നിവ നോർമലായിട്ടാണ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റെം സെല്ലുകൾ തകരാറിലാകുമ്പോൾ അവ അസാധാരണമായിട്ട് രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ബ്ലഡ് ക്യാൻസറിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ബ്ലഡ് ക്യാൻസറിന്റെ തരങ്ങളെ പറ്റി സംസാരിക്കണം. പല തരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ ഉണ്ട്, അല്ലാതെ എല്ലാം ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ രക്തം രൂപപ്പെടുന്ന നമ്മുടെ ശരീരത്തിലെ സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ ബാധിക്കുന്ന നിരവധി തരം മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് പൊതുവെ രക്താർബുദം എന്നാണ് പറയാറുള്ളത്. അതൊരു അംബർല കീവേഡ് ആണ്, അല്ലെങ്കിൽ ഒരു അംബർല ടേം ആണ് ബ്ലഡ് ക്യാൻസർ എന്നുള്ളത്. വളരെ കോമൺ ആയിട്ട് കാണുന്ന 3 ബ്ലഡ് ക്യാൻസറുകളെ പറ്റി ഞാൻ പറയാം. ഒന്നാമത്തത് ലുക്കീമിയാണ്. ഇത് അസ്ഥിമജ്ജയിൽ അഥവാ ബോൺ മാരോയിലാണ് ആരംഭിക്കുന്നത്. അത് അസാധാരണമായിട്ടുള്ള വൈറ്റ് ബ്ലഡ് സെല്ലുകളുടെ അമിത ഉൽപാദനത്തിലാണ് കലാശിക്കുന്നത്. 2 ലിംഫോമ, നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്. 3 മൈലോമ, ഇത് അസ്ഥിമജ്ജയിലെ പ്ലാസ്മ കോശങ്ങളെ ബാധിക്കുന്ന ഒരു തരം ലിംഫോമയാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 1 ലക്ഷത്തിലധികം ആൾക്കാർക്ക് രക്താർബുദമോ അല്ലെങ്കിൽ തലസീമിയ, അപ്ലാസ്റ്റിക് അനീമിയ തുടങ്ങിയ രക്തവൈകല്യങ്ങൾ സ്ഥിരീകരിക്കാറുണ്ട്, കണക്കുകളുണ്ട്. ഇന്ത്യയിൽ പ്രതിവർഷം 70,000-ഓളം വരുന്ന ആൾക്കാരാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് മരണപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ അകത്ത് കൊച്ചുകുട്ടികളുണ്ട്, ഒരുപാട് യുവജനങ്ങളുണ്ട്. അപ്പോൾ ഈ രോഗികളുടെ എല്ലാം അതിജീവനത്തിലുള്ള ഏക സാധ്യത എന്നുള്ളത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. പക്ഷേ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷനിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡോണർ അഥവാ ദാതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലഡ് ക്യാൻസർ രോഗികൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ളത്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ടുള്ള രോഗികളുടെ അസ്ഥിമജ്ജയിലെ വികലമായിട്ടുള്ള സ്റ്റെം സെല്ലുകളെ ഒരു ദാതാവിൽ നിന്ന് എടുത്തിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള സ്റ്റെം സെല്ലുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്, അത് മാറ്റിവെക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്തെന്നാൽ, പൊരുത്തപ്പെടുന്ന ഒരു ദാതാവിനെ കണ്ടെത്തുക എന്നുള്ളത് അവിശ്വസനീയമാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു മനുഷ്യരുടെയും സ്റ്റെം സെല്ലുകൾക്ക് HLA അഥവാ ഹ്യൂമൻ ല്യൂക്കോസൈഡ് ആന്റിജൻ എന്നൊരു സവിശേഷ ഐഡന്റിഫയർ ഉണ്ട്. ശരീരത്തിന്റെ കോശങ്ങൾ ഏതാണ്, ശരീരത്തിന്റെ അല്ലാത്ത കോശങ്ങൾ ഏതാണെന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളുടെ ഉപരിതലത്തിലുള്ള പ്രോട്ടീനുകളുടെ ഒരു കൂട്ടമാണ് HLA എന്നുള്ളത്. ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് പ്രവർത്തിക്കണമെങ്കിൽ ദാതാവിന്റെ HLA സ്വീകർത്താവിന്റെ HLA ആയിട്ട് അടുത്ത് പൊരുത്തപ്പെടണം, അതായത് അടുത്ത് മാച്ച് ചെയ്യപ്പെടണം. ഞെട്ടിക്കുന്ന കണക്ക് എന്തെന്നാൽ, ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്നാൽ, ഒരു മാച്ച് കണ്ടെത്താനുള്ള സാധ്യത എന്നുള്ളത് 1 ദശലക്ഷത്തിൽ, അതായത് 10 ലക്ഷത്തിൽ 1 മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ദാതാക്കളുടെ ഒരു ആഗോള ഡാറ്റാബേസ് നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയാണ് ആഗോള സന്നദ്ധ സംഘടനയായിട്ടുള്ള DKMS കടന്നു വരുന്നത്. പൊരുത്തപ്പെടുന്ന ദാതാക്കളെ വേഗത്തിൽ കണ്ടെത്താൻ രോഗികളെ സഹായിക്കുന്നതിന് HLA ടൈപ്പുകളുടെ ലോകമെമ്പാടുമുള്ള ഒരു ഡാറ്റാബേസ് DKMS ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധ്യതയുള്ള ഒരു ദാതാവായി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷകരമായിട്ടുള്ള കാര്യം, ഏറ്റവും വലിയ മാനുഷികപരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എനിക്കിതിൽ എങ്ങനെ പങ്കെടുക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്നല്ലേ പറഞ്ഞുതരാം. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തേക്കാം, അത് ക്ലിക്ക് ചെയ്യുക. DKMSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങളുടെ പേരും വിവരങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് ഇതുപോലൊരു എൻവലപ്പ് കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിലാണ് നമ്മളുടെ സാമ്പിൾ കളക്ഷനുള്ള സ്വാബും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്റ്റെപ്പ് 2, അതിനു മുന്നേ ഈ എൻവലപ്പിൽ എന്താണുള്ളത് നമ്മളൊന്ന് അറിയണം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് സ്വാബുകളാണ്. സ്വാബ് എന്ന് പറഞ്ഞാൽ ആരോടും എന്താന്ന് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വാബ് വെച്ച് വായിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടായിരുന്നല്ലേ. സമാനമായിട്ടുള്ള 3 സ്വാബുകളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു എൻവലപ്പിലുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. അടുത്തത് ഈ സ്വാബ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു മാനുവൽ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പറിൽ കറക്റ്റ് ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു കൺസെന്റ് ഫോം ആണ്. നമ്മൾ ഇതിനോടൊപ്പം തിരിച്ചയക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതെങ്ങനെയാണ് കൺസെന്റ് ഫോം തിരിച്ചയക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ഇത് കൂടാതെ റിട്ടേൺ കിറ്റ് എൻവലപ്പും സ്വാബ് എൻവലപ്പും വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഉപയോഗം എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. ഇനി ഏറ്റവും പ്രധാന കാര്യം, ഈ തന്നിട്ടുള്ള 3 സ്വാബുകളും വെച്ച് നമ്മൾ സാമ്പിൾ എടുക്കണം. നമ്മൾ കൊറോണ കാലത്തൊക്കെ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്വാബ് നമ്മൾ പുറത്തോട്ട് എടുത്തു, അതിനുശേഷം നമ്മുടെ വായിൽ കവളിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് സാമ്പിൾ എടുക്കുക എന്നുള്ളതാണ്. ഇത് വേദനയോ യാതൊരുവിധ ബുദ്ധിമുട്ടോ ഉള്ള പ്രോസസ്സുമല്ല. ഈ ഒരു കൂടെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വളരെ എളുപ്പമുള്ള പ്രോസസ്സാണ്. അങ്ങനെ തന്നിട്ടുള്ള 3 സ്വാബുകളും വെച്ചിട്ട് നിങ്ങൾ സാമ്പിൾ എടുക്കേണ്ടതുണ്ട്. ഒരു സ്വാബ് വെച്ചിട്ടല്ല, 3 സ്വാബും വെച്ച് നമ്മൾ സാമ്പിൾ എടുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റോളം അതിനെ മാറ്റി മാറ്റി വെച്ചൊന്ന് ഡ്രൈ ആകാൻ അനുവദിക്കുക, ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക. അങ്ങനെ നമ്മുടെ സാമ്പിളോട് കൂടിയിട്ടുള്ള 3 സ്വാബുകളും 2 മിനിറ്റോളം ഡ്രൈ ആയ ശേഷം തന്നിട്ടുള്ള ഈ സ്വാബ് എൻവലപ്പിലേക്ക് പ്ലേസ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് തുറക്കുക. ജസ്റ്റ് ഒരു കവർ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾ ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം
ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലേ, ആ സ്റ്റിക്കർ പൊളിക്കുക, അത് എന്നിട്ട് ഒട്ടിച്ച് വെക്കുക. ഒട്ടിക്കാൻ വളരെ എളുപ്പമാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ആ 3 സ്വാബുകളും പ്ലേസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ്, എൻവലപ്പിൽ ഒരു കൺസെന്റ് ഫോം തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, നിങ്ങളുടെ സമ്മതപത്രമാണ്, നിങ്ങൾ ഇതിന് സമ്മതിക്കുന്നു, വില്ലിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് നിങ്ങളുടെ പേരും ഒപ്പും ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളുടെ സിഗ്നേച്ചറും രേഖപ്പെടുത്തുക. എന്നിട്ട് ഈ 2 കാര്യങ്ങൾ എടുക്കുക. ഒന്നാമത്തെ നിങ്ങളുടെ സാമ്പിൾ അടങ്ങിയിട്ടുള്ള സ്വാബ് എൻവലപ്പാണ്, രണ്ടാമത്തത് കൺസെന്റ് ഫോമാണ്, സമ്മതപത്രമാണ്. ഇത് രണ്ടും കൂടെ എടുത്ത ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ കിറ്റ് എൻവലപ്പ് തന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ കൂടെ, ആ റിട്ടേൺ കിറ്റ് എൻവലപ്പിലേക്കാണ് നമ്മൾ ഈ 2 കാര്യങ്ങളും ഇടേണ്ടത്. ഓർക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ സൈൻ ചെയ്തിട്ടുള്ള കൺസെന്റ് ഫോം ആയിരിക്കണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും നമ്മൾ ഇട്ടു. അതിനുശേഷം കൃത്യമായിട്ട് ഇത് സീൽ ചെയ്യുക, ഒട്ടിക്കുക. ഈ ഒരു റിട്ടേൺ എൻവലപ്പ് കിറ്റ് നമുക്ക് എങ്ങനെ DKMS അയക്കാൻ പറ്റും? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ പാടാണ് കാര്യങ്ങളൊക്കെ ആണെന്നല്ലേ. ഒന്നുമല്ല, ഇതിൻ്റെ കൂടെ ഒരു ബാർകോഡ് കണ്ടോ? ഈ ബാർകോഡ് ജസ്റ്റ് ഒന്ന് ഫോൺ വെച്ച് സ്കാൻ ചെയ്യുക, നിങ്ങളുടെ പിക്കപ്പ് അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും DKMS സെറ്റ് ചെയ്തോളും. അതായത് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് ഏതാണോ അവിടെ വന്ന് കൊറിയർ ഏജന്റ് ഇത് പിക്കപ്പ് ചെയ്തോളും. ഇതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് യാതൊരുവിധ പൈസയും ഈടാക്കുന്നതല്ല, ചെലവാകുന്നതല്ല, വളരെ സിമ്പിളാണ്. അത് സാമ്പിൾ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ആ എൻവലപ്പിൽ വെച്ചിട്ട് റിട്ടേൺ കിറ്റ് എൻവലപ്പിലേക്ക് ഇടുക, അതോടൊപ്പം കൺസെന്റ് ഫോം വയ്ക്കുക, അത് സീൽ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും വിവരങ്ങളും കൊടുക്കുക. ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്നത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. യാതൊരുവിധ ബുദ്ധിമുട്ടോ പൈസ ചെലവോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മുടെ സാമ്പിൾ DKMS ലാബിലേക്ക് അയക്കപ്പെടും. അവിടെ നമ്മുടെ HLA തരം ഏതാണെന്ന് വിശകലനം ചെയ്യപ്പെടും. ഈ ഒരു പ്രക്രിയയ്ക്ക് ഏകദേശം 40 ദിവസമെങ്കിലും എടുക്കും. അങ്ങനെ നമ്മുടെ HLA ടൈപ്പ് ആവശ്യമുള്ള രോഗികളുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ DKMS നമ്മളെ കോൺടാക്ട് ചെയ്യും. സ്റ്റെം സെൽ ദാനം ചെയ്യുന്നത് വളരെ ലളിതവും സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിൻ്റെ അകത്ത് ഒരു തരത്തിലും പേടിക്കാനില്ല. പലർക്കും അതിനെ പറ്റിയിട്ട് പല തെറ്റിദ്ധാരണകളുമുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളതല്ലേ. ഒരിക്കലുമില്ല. മിക്ക കേസുകളിലും പ്ലാസ്മ ദാനത്തിന് സമാനമായിട്ടുള്ള പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന ശസ്ത്രക്രിയയൊന്നുമില്ലാത്ത, അതായത് ഒരു തരത്തിലും ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു നടപടിക്രമത്തിലൂടെയാണ് സ്റ്റെം സെല്ലുകൾ ശേഖരിക്കുന്നത്. നിങ്ങളുടെ രക്തം എടുക്കുകയും സ്റ്റെം സെല്ലുകൾ വേർതിരിക്കുകയും ബാക്കിയുള്ള രക്തം നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ തിരികെ കയറ്റുകയും ചെയ്യും. എന്തുകൊണ്ട് നമ്മൾ ഡോണറായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രധാനമാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്ലഡ് ക്യാൻസർ ബാധിക്കുകയാണ്. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ സ്റ്റെം സെല്ലിന് വേണ്ടിയിട്ട് വലിയ ക്യാമ്പയിനൊക്കെ നടത്തും. പക്ഷെ കിട്ടുമോ? നമുക്ക് എത്ര പേരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് സ്റ്റെം സെല്ല് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ക്യാമ്പയിനൊക്കെ നടത്തുകയാണ്. അതിൻ്റെ അകത്ത് എത്ര പേര് പങ്കെടുക്കും? പക്ഷേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയൊരു ജീവന് വേണ്ടിയിട്ടുള്ള, അങ്ങനെ അതായത് മരണത്തോട് മല്ലടിക്കുന്ന ഒരുപാട് ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കുള്ള ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണ്. പക്ഷേ ഈ ഒരു ദാതാവിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡോണറെ കണ്ടെത്താനുള്ള സാധ്യതയാകട്ടെ 10 ലക്ഷത്തിൽ 1 മാത്രമാണല്ലേ. അപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്യുന്ന വഴി എളുപ്പത്തിൽ അത് കണ്ടെത്താൻ സാധിക്കുകയും, അപ്പോൾ നമ്മളാൽ ഒന്നാലോചിച്ച് നോക്കിയേ, ഏതോ ദേശത്തുള്ള ഒരു വ്യക്തിക്ക് ജീവൻ തിരിച്ചു നൽകാൻ കഴിയുകയും ചെയ്യുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ആ ഒരു അപരിചിതന് ഒരുപക്ഷെ നമ്മളായിരിക്കാം. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ആ ഒരു സ്ട്രേഞ്ചർ വേറെ ഏതോ രാജ്യത്തിരിക്കുന്ന നമുക്ക് ഒരിക്കലും അറിയാത്തൊരു വ്യക്തിയല്ലേ, അവരുടെ ജീവിതമാണ് നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരു ഡോണറായി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരാളെ സഹായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഒക്കെ നിങ്ങളൊരു പ്രതീക്ഷ നൽകുകയാണ്. ഇത് മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ ഏറ്റവും വലിയ ഒരു അടയാളമാണല്ലേ. അതുപോലെ തന്നെ നമ്മൾ അതിരുകൾ, ഭാഷകൾ, സംസ്കാരങ്ങൾ എന്നിവയെല്ലാം മറികടന്നാണ് നമ്മളെ ആ ഒരു സ്നേഹം, മനുഷ്യത്വം നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു പങ്ക്, ക്യാൻസർ ട്രീറ്റ്മെന്റിലുള്ള ഒരു പങ്കിനെ പറ്റി സംസാരിക്കണം. ആധുനിക വൈദ്യശാസ്ത്രവും മോഡേൺ മെഡിസിനും സാങ്കേതിക വിദ്യയും ടെക്നോളജിയും മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ക്യാൻസറിനെതിരെ പോരാടാനുള്ള ഉപകരണങ്ങൾ ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രകൃതിയുടെ തെറ്റുകൾ എങ്ങനെ ശാസ്ത്രത്തിന് തിരുത്താൻ കഴിയുമെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ. അതുകൂടാതെ ജനിതക പരിശോധന, ഇമ്മ്യൂണോതെറാപ്പി, പ്രിസിഷൻ മെഡിസിൻ എന്നിവയുടെ പുരോഗതിയും ക്യാൻസർ ചികിത്സയിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ സാങ്കേതിക വിദ്യ മാത്രം പോരാ, എന്നെയും നിങ്ങളെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ മുന്നോട്ട് വരേണ്ട ഒരു അത്യാവശ്യം ഇവിടെയുണ്ട്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു ബ്ലഡ് ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അത് ഉണ്ടാക്കേണ്ടതുമുണ്ട്. ബ്ലഡ് ക്യാൻസർ വരാനുള്ള സാധാരണ കാരണങ്ങൾ എന്താണ്? നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ രക്ത ക്യാൻസറിന്റെ ചില സാധാരണ കാരണങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതല്ലാതെയും ഒക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അതായത് എപ്പോഴും എല്ലാ സിനിമയുടെയും മുമ്പിൽ കാണിക്കുന്ന വാർണിങ്ങുകളുണ്ടല്ലേ, പുകവലി, മദ്യപാനം ഒക്കെ തന്നെ ഇതിന് കാരണമായി മാറിയേക്കാം. അതുപോലെ തന്നെ ആസ്ബസ്റ്റോസുമായിട്ടുള്ള സമ്പർക്കം പുലർത്തൽ, സൂര്യനിൽ നിന്നുള്ള UV റേഡിയേഷൻ, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണക്രമം തുടങ്ങിയ ഘടകങ്ങൾ DNA നശിപ്പിക്കുകയും ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെ നമുക്ക് ഈ ഒരു അപകട സാധ്യത
വളരെയേറെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറയുന്നത്. എന്നിരുന്നാലും ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലും ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കാരണവും അതുപോലെ തന്നെ ക്രമരഹിതമായിട്ടുള്ള മ്യൂട്ടേഷൻ കാരണവും ഒക്കെ ക്യാൻസർ വരാനുള്ള സാധ്യതകളും അവിടെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് DKMS പോലുള്ള സംരംഭങ്ങൾ വളരെ പ്രധാനമായിരിക്കുന്നത്. നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും പോരാടാനുള്ള ഒരു മാർഗമാണ് DKMS നൽകുന്നത്. ലോകത്തൊരു മാറ്റം ഉണ്ടാക്കണമെന്ന് നമ്മൾ ഭൂരിഭാഗം പേരും ചിന്തിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതാണ് അതിനുള്ള കറക്റ്റ് സമയം എന്നുള്ളത്. ഒരു സ്റ്റെം സെൽ ദാതാവായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് വളരെ കുറച്ച് സമയം മാത്രമല്ലേ, മിനിറ്റുകൾ മാത്രമല്ലേ എടുക്കത്തുള്ളൂ. എന്നിരുന്നാലും ആവശ്യമുള്ള ഒരാൾക്ക് അത് ഉപകാരപ്പെടും. നമ്മളവിടെ ഒരു ഹീറോ ആയിട്ട് മാറുകയാണ്. നമ്മൾ വലിയൊരു മാറ്റമാണ് അവിടെ കൊണ്ടുവരുന്നത് ഈ ലോകത്ത് തന്നെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫോം പൂരിപ്പിക്കുക, ഒരു ജീവൻ രക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. ഒരുമിച്ച് നമുക്ക് ബ്ലഡ് ക്യാൻസറിനെ ഇല്ലാതാക്കാൻ കഴിയും. ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചോ ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ സ്നേഹവും മനുഷ്യത്വവും പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ആഴമേറിയ മാർഗം മറ്റുള്ളവരെ സഹായിക്കുക തന്നെയാണെന്നുള്ളൊരു കാര്യം നമ്മൾ അധികം സംസാരിക്കാറില്ലേ? ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് അസാധാരണമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കാരണം അത് തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യം. അൻപേ ശിവം എന്ന് പറയുന്ന പോലെ, സ്നേഹമാണ് ദൈവം എന്ന് പറയുന്ന പോലെ തന്നെ സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്യുന്നത് പോലുള്ള ദയാപ്രവർത്തികളിലൂടെ നമുക്ക് ലോകത്തിലേക്ക് കുറച്ചുകൂടി സ്നേഹം കൊണ്ടുവരാൻ കഴിയും. അതിനാൽ ഈ ആഗോള പ്രസ്ഥാനത്തിൽ നമുക്ക് കൈകോർക്കാം. നമുക്ക് ഒരുമിച്ച് ക്യാൻസറിനെതിരെ പോരാടാം. നമുക്ക് ജീവൻ രക്ഷിക്കാം, മറ്റുള്ളവരെ സഹായിക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, ഒരു ഹീറോയായി മാറുക. ഈ വീഡിയോയുടെ കൺക്ലൂഷനായിട്ട് ഒരു പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഞാൻ എടുത്തു പറയുകയാണ്. അതായത് മിഥ്യാധാരണകൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്യുന്നത് വേദനാജനകമോ അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ജനങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ? പക്ഷെ വാസ്തവത്തിൽ ഈ പ്രക്രിയ എന്ന് പറയുന്നത് അത്രത്തോളം സുരക്ഷിതമാണ്. കൂടാതെ മിക്ക ദാതാക്കൾക്കും രക്തം ദാനം ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുവാണെങ്കിൽ തന്നെ ചിലവർക്ക് ബ്ലഡ് ഡൊണേഷൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പക്ഷേ ചിലവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ അസ്വസ്ഥതകൾ നേരിടാറുണ്ടല്ലേ? ആ ഒരു സമാനമായിട്ടുള്ള നേരിയ അസ്വസ്ഥത മാത്രമേ ചില വ്യക്തികൾക്ക് അനുഭവപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ള വ്യക്തികൾക്ക് ഒരു അസ്വസ്ഥതയും നേരിടാറുമില്ല. അടുത്തത് DKMSന്റെ ആഗോള സ്വാധീനമാണ്. DKMS ഇതിനോടകം തന്നെ ലോകമെമ്പാടും 12 ദശലക്ഷത്തിലധികം ആൾക്കാരെ ദാതാക്കളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 12 ദശലക്ഷമാണ് അവരുടെ കണക്കെന്ന് പറയുന്നത്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ ഈ കണക്കുകൾ കൂട്ടാനും ഈ ഒരു അവരുടെ സ്വാധീനം ലോകമെമ്പാടുമുള്ള ഈ ഒരു ബ്ലഡ് ക്യാൻസർ രോഗികളെ സഹായിക്കാനുള്ള ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാനും സാധിക്കും. അടുത്തതും അവസാനത്തെ പോയിന്റും ഒരു അവബോധമാണ്. സ്റ്റെം സെൽ ദാനത്തെക്കുറിച്ച് അവബോധം പ്രചരിപ്പിക്കുന്നത് വളരെ നിർണായകരമായിട്ടുള്ള കാര്യമാണ്. രജിസ്റ്റർ ചെയ്യുന്നത് എത്ര എളുപ്പമാണെന്നും അവരുടെ സംഭാവന എത്രത്തോളമാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുക. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണെന്ന് മനസ്സിലാക്കുക. അത് ഓപ്പറേഷനോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും സർജിക്കൽ പ്രോസസ്സോ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള അത്രയും പ്രൊസീജിയറാണ്. അപ്പോൾ അത്ര എളുപ്പമാണ്, അത്ര സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും ഇതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുക. ഏറ്റവും നല്ലൊരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമാണ്, അത് എന്തായാലും ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. പ്ലീസ് സൈനിങ് ഔട്ട്.